ഫലസ്തീൻ ഖുദുസ് വിമോചകനാണ് സ്വലാഹുദ്ദീൻ അയ്യൂബി. പക്ഷേ ഈ സ്വലാഹുദ്ദീൻ അയ്യൂബിനെ കുരിശുപടക്ക് ഒറ്റിക്കൊടുത്തതിൽ ഫാത്തിമികൾ മുക്ക് പങ്കുവച്ചിട്ടുണ്ട്. സ്വലാഹുദ്ദീൻ അയ്യൂബിനെ അത് ഷിയ ഭരണകൂടത്തിൻ്റെ ഷിയാക്കളുടെ മറ്റൊരു വകഭേദമാണ്. ഷിയാക്കളുടെ ഒരുപാട് ഇനങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർ സ്വലാഹുദ്ദീൻ അയ്യൂബിനെ ഒറ്റിക്കൊടുത്ത ചരിത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഒരു കാര്യങ്ങൾ ഓർപ്പിച്ചോ, ഒരു മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു സ്ഥലത്ത് പോലും ഷിയാക്കൾ മുസ്ലിങ്ങൾക്കൊപ്പം നിന്നിട്ടില്ല. എപ്പോഴും ചതിയുടെയും വഞ്ചനയുടെയും ചരിത്രങ്ങൾ മാത്രമാണ് ഇവർക്കുള്ളൂ. അതെന്താണെന്ന് അറിയാം, ആ രാജ്യത്തിന് തന്നെ അങ്ങനെ ഉണ്ടെന്നേ. ഏത് ഈ പേർഷ്യൻ ചരിത്രം എടുത്ത് ചോദിച്ചാലും അവർക്ക് ചതിയുടെയും വഞ്ചനയുടെയും ചരിത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഷിയാക്കൾക്ക് പോലും വലിയ പകയാണ്. അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് ഞാൻ ഈ ഷിയാക്കൾ സഹാബത്തിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങളോട് എന്താ പറയാത്തതെന്നറിയാമോ? നിങ്ങളുടെ മനസ്സിൽ പോലും സഹാബത്തിനെക്കുറിച്ച് ഒരു മോശമായ ധാരണ വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. സൊനമേ ഖുറൈശ് എന്ന് പറയാം. രണ്ട് വിഗ്രഹങ്ങൾ എന്നാണ് ആരെ പരിചയപ്പെടുത്തുന്നത്? അബൂബക്കർ സിദ്ദീഖിനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള ലോകത്ത് പകയുള്ള ആകെ ഒരു വിഭാഗം പേർഷ്യക്കാർ മാത്രമേ ഉള്ളൂ. എന്താ കാരണം? പേർഷ്യ കീഴടക്കിയ എന്ന ഒരു ഒറ്റ പകയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ളൂ. അതേ പക ഇവർക്കുണ്ടെന്ന് ഷിയാക്കൾക്കുണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറഞ്ഞ ആ അവരിൽ ജന്മസിദ്ധമായി കിടക്കുന്ന ഒരു പക പേർഷ്യക്കാർക്ക് പേർഷ്യയെ പരാജയപ്പെടുത്തിയത് കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നിന്ന് അവർക്കത് ആ പക കൊണ്ടു നടക്കാം വേണമെങ്കിൽ. ഇവരെന്തിനാണ് ഈ പക കൊണ്ടു നടക്കുന്നത്? ആ പക എത്രത്തോളം നടവാ? ഇദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു അൻഹു എന്ന എനിക്ക് ശേഷം ഒരു നബി വരാനുണ്ടെങ്കിൽ അത് ഉമറാകും എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സുബഹിക്ക് പ്രവാചകൻ്റെ പള്ളിയിൽ പ്രവാചകൻ്റെ മിഹ്റാബിൽ നമസ്കാരത്തിൽ കയറി അബൂ ലുഅ്ലുഅത്ത് എന്ന മജൂസി കുത്തി കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് അതിലെ ഏറ്റവും വലിയ സങ്കടം എന്താണോ, ഈ അബൂ ലുഅ്ലുഅത്തിൻ്റെ ഖബർ ഇന്ന് ഇറാനിലെ ഒരു തീർത്ഥാടന സ്ഥലമാണ്. ബാബ ഷുജാഉദ്ദീൻ എന്ന് പറഞ്ഞ് ഇവരൊരു പുണ്യസ്ഥലമായി കാണുകയാണ്. ഇദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പക ആരോടുള്ള പകയാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള പകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു മുസ്ലിമിന് ഏതെങ്കിലും ഒരു സഹാബിനെക്കുറിച്ച് മനസ്സിൽ ഒരു ചെറിയ ദുശ്ചിന്ത വന്നാൽ അവൻ്റെ ഈമാൻ്റെ ഗ്രാഫ് എത്ര താഴെ പോയി? ഹുക്കുമ പറയുന്നത് വേറെ കേട്ടെ, പണ്ഡിതന്മാർ പല ഹുക്കുമ പറഞ്ഞത്. സഹാബത്തിനെക്കുറിച്ച് തെറ്റായി ചിന്തിച്ചാൽ അവൻ്റെ ഈമാൻ വളരെ താഴെ പോയി എന്നും, ആ ചിന്തിച്ചത് അവർ സഹാബത്തിനെക്കുറിച്ച് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താ പോകുമെന്ന് ഭയപ്പെട്ട് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഷിയാക്കൾക്ക് ഇന്നും ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള ദേഷ്യം? ദേഷ്യം എന്താ? അത് പാരമ്പര്യമായി കിട്ടുന്ന ആ പകയാണ് ഇപ്പോഴും ഷിയാക്കൾ കൊണ്ടു നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഖബർ അവിടെ ആഘോഷം കൊണ്ട് നടക്കുന്ന ഒരു മസാറാക്കിയിട്ട് ഇവർ കൊണ്ട് നടക്കുന്ന അർത്ഥം. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോഴും ഈ പറഞ്ഞത് രണ്ടും ജൂതന്മാരും രണ്ടും ഒരേ ബീജത്തിൽ നിന്ന് വന്നതുകൊണ്ടും രണ്ട് ക്രോമസോം ആയതുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചോദിച്ചു, ലോകത്ത് ഇപ്പോൾ സുന്നി മുസ്ലിം ഷിയ മുസ്ലിം എന്നല്ല അറിയപ്പെടാം. അപ്പോൾ ഷിയാക്കളെ മുസ്ലിങ്ങളായി പരിഗണിക്കുന്നതിൽ എന്താണ് തടസ്സം? അങ്ങനെ മുസ്ലിങ്ങളല്ലേ എന്ന ചോദ്യം നിർത്തം. നമ്മളത് മനസ്സിലാക്കേണ്ട സംഗതി. അത് ഇസ്ലാമിൻ്റെ ബേസ് അറിയാത്തതുകൊണ്ടാണ്. ഒരു അമുസ്ലിമായൊരു മനുഷ്യൻ അയാളിപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഇസ്ലാമിൻ്റെ കഠിന ശത്രുവായി, അയാൾ ഒരു തനിച്ച ഇസ്ലാം വിരുദ്ധനാണ്, മുസ്ലിം വിരുദ്ധനായ മനുഷ്യൻ. പിന്നെ നമ്മളെ കാണുമ്പോൾ അയാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അത് ചൊല്ലിയാൽ അയാൾ സാങ്കേതികമായി ആരായി? മുസ്ലിമായി. ഏത് മുസ്ലിം? കാലത്തിൽ ആറാബു ആമന്ന കുല്ലം തുഅ്മിനൂ എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ആറാബികൾ പറഞ്ഞു ഞങ്ങൾ എന്തായി മുഅ്മിനുകളായി എന്ന് പറയുമ്പോൾ അല്ലാഹ് പറഞ്ഞു നിങ്ങൾ മുഅ്മിൻ എന്ന് പറയണ്ട, മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞോളാൻ പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ അതാ കേവലം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമ ചൊല്ലി ഞങ്ങളുടെ മുമ്പിൽ നിന്ന ഒരു മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ ആ മുസ്ലിം ഉണ്ടല്ലോ, ആ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയാൽ അയാൾ എന്തായി? മുസ്ലിം സൊസൈറ്റിയിലെ മെമ്പറായി എന്നുണ്ട്. പക്ഷേ അത് ഏത് മുസ്ലിമാണ്? ഈ പറഞ്ഞ
മുസ്ലിമാണ്. ആ മുസ്ലിമിനെ നോക്കിയിട്ട് നമുക്ക് അയാൾ മുസ്ലിം അല്ല, ഉള്ളിൽ ശരിയായ രൂപത്തിലല്ല പറഞ്ഞതെന്ന് പറയാനുള്ള അളക്കാനുള്ള അളവ് പോലും നമ്മുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചോട്ടും ഇല്ല. ആ നിലക്ക് നമുക്ക് എന്ത് ചെയ്യുക, പണ്ഡിതന്മാർ പഴയ കാല അഹ്ലുസുന്ന പണ്ഡിതന്മാർക്ക് നിലപാട് സ്വീകരിച്ചത് ആ നിലക്ക് അവരാരാണ്? മുസ്ലിങ്ങൾ ആണ്. പക്ഷേ ഒരാൾ അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവരിൽ സമ്മേളിച്ചിട്ടുണ്ട്. മനസ്സിലായ? അഥവാ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ എന്താണോ ചെയ്തത് അതുവരെ ചെയ്തിട്ടുണ്ട്. അതുവരെ ചെയ്തപ്പോൾ അവരെന്തായി? ഇസ്ലാം സൊസൈറ്റിയിലെ മെമ്പറായി. ഇനി ഇസ്ലാമിൽ നിന്ന് ആ ബൗണ്ടറി ഗേറ്റ് കടന്ന് പുറത്തു പോകാൻ കുറേ കാര്യങ്ങളുണ്ടോ, അത് ഇവരിലുണ്ട്. അത് ഇവരിലുള്ളതുകൊണ്ട് നമുക്ക് മാനസികമായി അവരെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്നാണ് പണ്ഡിതന്മാരെ വിഷയം. പക്ഷേ നമ്മൾ പരസ്യമായി അവരെക്കുറിച്ച് ഹുക്കുമ് പറയാൻ പറ്റൂല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത് അതൊരു രാഷ്ട്രീയപരമായ ഒരു നടപടിയാണ്. രാഷ്ട്രീയപരമായ നിലപാട് എന്താണ്? അവരെ അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൽ ഷിയ പ്രതിനിധിയുണ്ട്, മുസ്ലിം പേഴ്സണൽ ബോർഡിൽ ഷിയ പ്രതിനിധിയുണ്ട്. അപ്പോൾ അത് എന്തിനാന്ന് ചോദിച്ചാൽ അതൊരു രാഷ്ട്രീയ തന്ത്രമാണ്. അവർ മറുവശത്ത് പോയി നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവരതിലേക്ക് അംഗമാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയാൽ പറഞ്ഞു? ഈ പറഞ്ഞ മുസ്ലിങ്ങൾ. ഞാൻ കൂടെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ചാരിത്രത്തിൽ സംശയിച്ച, ആയിഷ ബീബി ആരാ? നബിയുടെ ഭാര്യ മാത്രമായിട്ടാണ്, നമ്മുടെ ഉമ്മയല്ലേ? ആ ഉമ്മയുടെ ചാരിത്രത്തിൽ സംശയിച്ച അവരെ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നല്ലേ? നബിയും ആയിരിക്കണം ആദ്യം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞു നബിയുടെ ഭാര്യമാർ നിങ്ങളുടെ മാതാക്കളാണ്. അപ്പോൾ എൻ്റെ ഉമ്മയുടെ ചാരിത്രത്തിൽ ഞാൻ സംശയിച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഉമ്മയെ ഉമ്മയായിട്ട് തൃപ്തിപ്പെടുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഇവരിലുണ്ടല്ലോ, അത് ലോകത്തെ എല്ലാവരും ഈ പറയുന്ന ഷിയാക്കൾക്ക് വേണ്ടി വാദിക്കുന്ന എല്ലാ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ ആൾക്കാരും വികാരജീവികളും പറയുന്നത് ഇത് ഇവരങ്ങനെ സഹാബത്തിലെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം ഞാൻ വായിച്ച നിങ്ങൾക്ക് പോലെ പ്രയാസം തോന്നും. അപ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെയും സഹാബത്തിനെയും ചീത്ത പറയുന്നവരെ മാനസികമായി ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സ് തയ്യാറല്ല. എനിക്ക് ഇവരെക്കാളും സ്നേഹവും പ്രേമവും ആരോടാണ്? സഹാബത്തിനോടാണ്. അത് എൻ്റെ ദീനി ആവേശമാണ്, എൻ്റെ ധാർമ്മിക ബാധ്യതയാണ് എന്നർത്ഥം.